Oh my God. Hello? Hello? யாரு தலைவரா? எப்படி சௌக்கியமா? என்ன 27க்கு புது படம் ஸ்டார்ட் பண்ண போறீங்களா? நான் கண்டிப்பா வரணுமா? രജനീകാന്ത് പുതിയ പടത്തിന് അങ്ങോട്ട് തിരിച്ച് ഞാൻ തന്നെ എടുത്തു കൊടുക്കണമെന്ന്. എനിക്കും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറ. தலைவா, நம்ம ஒரு பையன் விஷயமாக சொல்லி இருக்கு இல்லையா? நடிப்பேன், ரொம்ப நல்லா நடிப்பேன். யாரு? மணிரத்னமா? அடே அப்பா, அதுவே போதும். ரொம்ப தேங்க்யூப்பா. ஆமா ஆமாமா. എടാ, നീ മണിരത്നത്തിന്റെ പുതിയ പടത്തിൽ മണിരത്നത്തിന്റെ പടം അല്ലേ? രജനീകാന്തിന്റെ സ്റ്റിൽസ് എടുക്കാൻ താൻ തന്നെ പോണോ അല്ലേ? അമിതാഭ് ബച്ചന് ചാൻസ് കൊടുക്കുന്ന നീയാണല്ലേ? എടാ പുല്ലേ, അപ്പൊ ഇത്രയും നാൾ നീ മാർപ്പാപ്പയെ കുർബാന ചൊല്ലാൻ പഠിപ്പിക്കുകയായിരുന്നല്ലേ? അത് സൂര്യ, ഇത് ഇന്ന് അവര് വന്ന് കട്ട് ചെയ്തതിന് ശേഷം നീ രജനീകാന്തിനോട് സംസാരിച്ചതോ? ഇനി ഇത് കോർട്ട്ലെസ് ഫോണോ പറ്റാണോ? സാധ്യതയുണ്ട്. കോഡ്ലെസ് അല്ല, ഫ്രോഡുകളുടെ ഫോണാ. എടുക്കടാ എന്റെ കാശ്. സൂര്യ, പൈസയുടെ പേരിൽ നമ്മുടെ ബന്ധം നീ തുലാസിൽ വെച്ച് തൂക്കരുത്. കേറാ, തൂക്കാൻ പോകുന്ന നിന്റെ ബന്ധമല്ല, നിന്റെ കൊടൽമാലയാ. രജനീകാന്തിന്റെ ഇടി നീ കണ്ടിട്ടുണ്ടോ? നീ അമിതാഭ് ബച്ചന്റെ ഇടി. ഷാരൂഖ് ഖാന്റെ ഇടി നോക്ക്. ചിരഞ്ജീവിയുടെ ഇടി, സൽമാൻ ഖാന്റെ ഇടി, അമീർ ഖാന്റെ ഇടി. എന്റെ കൺട്രോൾ കംപ്ലീറ്റ് സഹിക്കാവുന്ന ഒരു കോട്ടയുണ്ട്. പക്ഷെ ഞാൻ കെട്ടിയ കോട്ട മുഴുവൻ നീ തകർത്തില്ലടാ പുല്ലേ. നിന്നെ ഞാൻ കൊല്ലുവാ നിന്നെ. സൂര്യ, എന്ന് നീ വിചാരിക്കരുത്. എന്റെ ഈ പൈസ ഇല്ല. പക്ഷെ നിന്റെ ആഗ്രഹം നടക്കാനുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ കേൾക്ക്, എന്നിട്ട് നീ എന്നെ വീക്ക്. 1 minute. വായിക്ക്. എന്തിന്? സ്വന്തമായിട്ടങ്ങ് വായിച്ചാൽ മതി. വായിച്ചു നോക്ക്. ഫ്രീ ഒരു ജോഡി ബ്രേസ്ലെറ്റ്സ് വാങ്ങുമ്പോ ഒരു ജോഡി സാരി ഫ്രീ. ഇതാണ്? അയ്യ, അതല്ല, അതിന് താഴെ വരനെ ആവശ്യമുണ്ട്. അമേരിക്കയിൽ നിന്നും വന്ന സുന്ദരിയായ യുവതിക്ക് കഴിവും യോഗ്യതയുമുള്ള വരനെ ആവശ്യമുണ്ട്. ജോലിയോ സാമ്പത്തിക നിലയോ പ്രശ്നമല്ല. എപ്പടി? അതിന് ഞാൻ തോന്നണം. എങ്ങനെയുണ്ട് ഐഡിയ? എന്താ ഐഡിയ? കല്യാണം കഴിക്കണം. ഞാൻ കല്യാണം കഴിക്കണം അല്ലേ? സിനിമാ നടനാകാൻ പോകുന്ന ഞാൻ കല്യാണം കഴിക്കണം അല്ലേ? അതിന് നീ ആദ്യം സിനിമാ നടനാവണ്ടേ? അത് ഞാൻ ആകും. അതിനുള്ള വഴിയാ ഞാൻ തുറന്നു തന്നിരിക്കുന്നത്. എന്ത് വഴിയാ തുറന്നിട്ടിരിക്കുന്നത്? അങ്ങോട്ട് തുറന്ന് പറ. എന്റെ സൂര്യ, കോടീശ്വരിയായി ഈ പെൺകുട്ടി നിന്റെ സ്വന്തമായി കഴിഞ്ഞാ പിന്നെ ചാൻസ് വേണ്ടി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? സ്വന്തം ബാനർ പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്ട് ചെയ്ത് നായകനായിട്ട് അഭിനയിച്ചൂടെ? തരക്കേടില്ലാത്ത ഐഡിയ ആണല്ലോ. എങ്കിലിനി വൈകണ്ട, സ്വന്തമാക്കൂ, വമ്പനാകൂ. സൂപ്പർ സ്റ്റാർ സൂര്യ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഐഡിയ പിടി. മിസ്റ്റർ ചന്ദ്രൻ, ഇന്ന് ITDC സ്വിമ്മിംഗ് പൂൾ കുളി, നൈറ്റ് മലബാർ താജിൽ cocktail and 3-course dinner, tomorrow picnic and day after tomorrow hunting. Are you happy, Mr. Chandran? Very happy അല്ല സർ. ഹാപ്പിയോ ഹാപ്പി. എന്നാൽ ഇതൊന്നും നടക്കില്ല. അതെന്താ സർ? ഒന്നും നടക്കില്ല എന്ന് കേട്ടപ്പോൾ വിഷമം തോന്നിയല്ലേ? അതെ സർ. എന്നാൽ ഇതെല്ലാം ആസ്വദിക്കാൻ ഒരു വഴിയുണ്ട്. പറയണം സർ. സാറിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. പ്രോമിസ്? പ്രോമിസ്. സാറിന്റെ തലയാണ് സത്യം. ഞാൻ വാക്ക് പാലിച്ചില്ലെങ്കിൽ സാറിന്റെ തല പൊട്ടി അല്ലെ വേണ്ട, തല മാറ്റാം. എന്റെ തലയാണ് സത്യം. വേഗം റെഡി ആയിക്കൊള്ളൂ.
ഞാൻ റെഡിയാണ്. സാറിന് എന്താണ് വേണ്ടത്? ഫിനിഷ് ചെയ്യണം. ഇതിപ്പോ ഞാൻ ഫിനിഷ് ചെയ്ത് തരാം. ഡോണ്ട് ടച്ച് ഇറ്റ്. ഒരാളെ ഫിനിഷ് ചെയ്യണം. കൊല്ലാനോ? സാറ് വെറുതെ തമാശ പറഞ്ഞതാവും. സാറ് അങ്ങനൊന്നും ചെയ്യാൻ പറ്റിയ ഒരാളല്ല. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. അപ്പൊ സാറ് കാര്യമായിട്ട് തന്നെയാണോ പറഞ്ഞത്? യെസ്. എന്റെ പൊന്ന് സാറേ, ഞാനില്ല, എനിക്കതിന് പറ്റില്ല. ശരിയെങ്കിൽ പോയിക്കോളൂ. ഓ, വളരെ ഉപകാരം. ഓ, നല്ല പണിയാ തന്നത്. ജസ്റ്റ് എ മിനിറ്റ്. പോകുന്നെങ്കിൽ പോകാം. പക്ഷേ ഈ ബംഗ്ലാവിൽ നിന്ന് പുറത്തു കടന്നാൽ നിന്റെ കൈക്ക് വിലങ്ങ് വീഴും. വിലങ്ങോ? എന്തിന്? ഈ കൊലപാതകമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഇയാളെ അറിയത്തു പോലുമില്ല. ഞാൻ നിരപരാധിയാണ് സാർ. ഞാൻ പറയുന്നത് സത്യമാണ് സാർ. പക്ഷേ പോലീസിന് ധാരാളം മതി. സാർ എന്നെ രക്ഷിക്കണം. എത്ര കരഞ്ഞാലും നിനക്ക് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. സാർ, എന്റെ കൂടെ നിന്നാൽ എനിക്ക് കിട്ടുന്ന പണത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരും. കിട്ടുന്നത് പകുതി എനിക്ക് തരുമോ? തരും. 50-50. Agree. ശരി സാർ. ഞാൻ ആരെയാ കൊല്ലണ്ട? നാൻസി, മരിച്ചുപോയ എന്റെ സഹോദരിയുടെ ഏക മകൾ. സഹോദരിയുടെ മകൾ? യെസ്, നാൻസി ഫിലിപ്പ്. പിന്നൊരു കാര്യം, ഇന്നു മുതൽ നീ ചന്ദ്രനല്ല, ചാപ്ലിൻ, മിസ്റ്റർ ചാപ്ലിൻ. ഓക്കെ സാർ. നോ, ഇനി നോ. ചാപ്ലിൻ, ഇപ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്റെ ആൽബം സാറേ, കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ ദൗത്യം ഞാൻ ഏറ്റെടുത്തത്. സാറിന്റെ ഇടപെടൽ കാരണം എന്റെ പ്ലാനിങ് എല്ലാം പൊളിയാണ്. ഇക്കണക്കിന് പോയാൽ ഞാൻ കുത്തുവാള എടുക്കുന്നു മാത്രമല്ല, എന്റെ പുകയും കാണും. ഇതിലും നല്ല ജയിലിൽ പോയി ഉണ്ട തിന്നെയായിരുന്നു. അപ്പൊ ഉണ്ട തിന്നാൻ തീരുമാനിച്ചോ? ഉണ്ടാവും, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഞാൻ ഈ പണി നിർത്തി സ്ഥലം വിടുകയാണ്. വയ്ക്കോ, പക്ഷെ ആ ഫോട്ടോ എന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. അയ്യോ, ഇയാളെന്റെ ഉയരം കൊണ്ടേ പോവും. താൻ വിഷമിക്കണ്ട. നാളത്തെ കൊണ്ട് നമുക്ക് അവളുടെ കഥ കഴിക്കാം. എന്നാ കഥ പറയൂ. രാവിലെ നാൻസി പള്ളിയിൽ പോകുന്നുണ്ട്. അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് അവൾ ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ മറ്റവനെയും കൂട്ടി. ആരെ? ആ ചാർലിയെ. പള്ളിയിൽ പോയാൽ പിന്നെ അവർ തിരിച്ചു വരരുത്. ഒരു മോട്ടോർ ആക്സിഡന്റ്. എങ്ങനെ? കാറിന്റെ ബ്രേക്ക് കട്ട്. ഐഡിയ. ഇത് ഞാൻ ഏറ്റു. പിന്നെ കേരളം ആയതുകൊണ്ട് ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഈ കാർ ഓവർടേക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്താൽ ലെഫ്റ്റിലേക്ക് വേണം ടേൺ ചെയ്യാൻ. അതുപോലെ ലെഫ്റ്റിലെ ഇൻഡിക്കേറ്റർ കൊടുത്താൽ റൈറ്റിലേക്ക് ടേൺ ചെയ്യണം. ഓക്കെ? പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ ഈ റൈറ്റ് ഡോർ തുറന്നിട്ട് ലെഫ്റ്റ് കൂടി ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഓക്കെ? ഓക്കെ, കരി ഓൺ. എന്തോ ഒരു ഒരു പക്ഷിക്ക് രണ്ട് വെടി, ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഇങ്ങ വന്നേ. താനെന്തിനാ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങുന്നേ? ഞാൻ കറങ്ങല്ലോ, നിൽക്കുകയല്ലേ. അത് മനസ്സിലായി. എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? അല്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോളൂ. ഡ്യൂട്ടിയിൽ സിൻസിയർ ആയിരിക്കണം. ഒരു ബോഡി കടന്ന് പറഞ്ഞാൽ എപ്പോഴും ബോഡിയുടെ കൂടെ ഉണ്ടായിരിക്കണം. കേറൂ. അല്ല, നിങ്ങൾക്ക് പലതും സംസാരിച്ചോണ്ട് പോവാമല്ലോ. സംസാരിക്കാനുള്ളതൊക്കെ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. അല്ല, വേറെ പലതും കാണുമല്ലോ. ഞാനൊരു ജെന്റിൽമാനാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചീപ്പല്ല ഞാൻ. ഞാനൊരു ജെന്റിൽമാൻ ആയതുകൊണ്ട് ഇത് വരാൻ മടിക്കും. ജെന്റിൽമാനാണെങ്കിൽ ധൈര്യമായിട്ട് വരാം. ചാപ്ലിൻ എന്താ ദൈവത്തിൽ വിശ്വാസം ഇല്ലേ? ദൈവത്തിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാറിൽ കയറാൻ പോകുന്നത്. എനിക്ക് നിന്നെ വിശ്വാസം വിട്ടോളൂ. ഒരു വെടിക്ക് 3 പക്ഷി. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ചാപ്ലിൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഈ അവസരത്തിൽ ആരും പാടിപ്പോവും. ഇതൊന്നും അല്ല ചാപ്ലിന്റെ പാട്ട്. വേറെ ചില വെസ്റ്റേൺ മ്യൂസിക് ഉണ്ട് കയ്യില്. മറ്റേ വെള്ളം അടിക്കുമ്പോൾ പാടുന്ന പാട്ട് പറയട്ടാ. എന്നെ ഇവിടെ ഇറക്കി വിടുവോ? ഓ ജീസസ്, വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. ബ്രേക്ക് ചവിട്ട്, പമ്പ് ചെയ്ത് ചവിട്ട്. ഗിയർ മാറ്റ്, ഗിയർ ഡൗൺ ചെയ്യാം. ആക്സിലേറ്റർ ചവിട്ടാനല്ല പറഞ്ഞു.
ലെഫ്റ്റ് ഓടിക്ക്. ആക്സിലേറ്റർ കുറയ്ക്ക്. ആക്സിലേറ്റർ കൂട്ടാനല്ലോ പറഞ്ഞത്. ശ്ശോ, ഇങ്ങോട്ട്, right. എന്ത് വേണ്ട, ഇടിച്ച് നിർത്ത്.